ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കറൻ്റ്ലി ഇന്നത്തെ ഡേ അവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ഈ ബ്രേസ്ലെറ്റ് ആവശ്യമുള്ളവർക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിന്, അതുപോലെ തന്നെ ഹീലിങ്ങിന്, ഫിനാൻഷ്യൽ സ്റ്റേബിളിന്, അട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏതിനു വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. സോ അതും വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ മാക്സിമം വാട്സപ്പിൽ കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി എന്നെ കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. കറൻ്റ്ലി ഉള്ള അവരുടെ തോട്ട്സ് എന്താണ്, ഇന്നത്തെ ഡേ അവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ 5 ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് കപ്സ്. ഇന്നത്തെ ഡേ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. 10 ഓഫ് പെൻറ്റക്കിൾസ്, 2 സോട്ട്സ് ആണിത്. ഒരേ ഒരു കാർഡും കൂടി എടുക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ് ഒക്കെയാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക്. സൺ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, ഇന്നത്തെ ഡേ അവരെന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജി ബോട്ടം ഓഫ് ദ ഡെക്കിൽ വരുമ്പം അവർ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഇന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മീൻസ് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെയുള്ള ചില മെമ്മറീസ്, ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസുകൾ ഇന്നവർ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അത് അവർക്കൊരു സ്മൈൽ നൽകുന്നുണ്ട് ആ ഒരു മെമ്മറീസ് എന്നുള്ളത് കാണുന്നു. നിങ്ങളിവിടെ ഇപ്പം പ്രാക്ടിക്കലായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതായിട്ട് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഒരു സപ്പോർട്ടീവ് പേഴ്സൺ ആയിരുന്നു ആൻഡ് വർക്കിംഗ് പാരൻ്റ് ആയിരുന്നു. ഫിനാൻഷ്യലി നിങ്ങൾ സ്വയം സ്റ്റേബിളായി നിൽക്കുന്ന ഒരാളായിരുന്നു. ചിലപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ലൈഫിനോട് പോരാടി ജീവിക്കുന്ന എനർജീസ് ആയിരിക്കാം. കൂടുതലും കാണുന്നത് ചിലപ്പോൾ ഫീമെയിൽസ് ആയിരിക്കാം. എല്ലാം ഫീമെയിൽസ് എന്നല്ല പറയുന്നത്, കൂടുതലും ഫീമെയിൽസ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആരാണെങ്കിലും മെയിലായാലും ഫീമെയിൽ ആയാലും കൂടുതൽ ഫെമിനിൻ എനർജിയാണ്. ഫെമിനിൻ എനർജി എന്ന് പറയുമ്പം ഒരു പാരൻറ്റിൻ്റെ എനർജി, മീൻസ് ഒരു അമ്മയുടെ എനർജി കലർന്നു വരും. അത് ഒരു അമ്മയുടെ കെയറിങ് ഒരാണായാലും പെണ്ണായാലും ഉണ്ടാകുമല്ലോ, അങ്ങനെയും മീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരു നല്ലൊരു വർക്കിംഗ് പാരൻ്റ് ആയിരുന്നു. നിങ്ങളുടെ കൂടെയുള്ളപ്പം ഒരു സെക്യൂരിറ്റി ആയിരുന്നു, നല്ലൊരു സപ്പോർട്ടീവ് ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഒറ്റയ്ക്കാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലും അവർ വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള കാർഡ്സുകളിൽ ഫസ്റ്റ് 5 ഓഫ് സോട്ട്സിൻ്റെ എനർജി ആയിരുന്നു. സോ ഈ ഒരു റിലേഷൻഷിപ്പ് വെറുതെ അവർ അബ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ വെറുതെ അവർ ദുരുപയോഗം ചെയ്ത് കളഞ്ഞു. മീൻസ് നല്ലൊരു റിലേഷൻഷിപ്പിനെ വെറുതെ അവരായിട്ട് തന്നെ കളഞ്ഞിട്ടുള്ള ഒരു സംതിങ് അതവർ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മീൻസ് ഇതൊരു വിന്നിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്തേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ഈ പേഴ്സൺ തന്നെ ഇതിനെ വെറുതെ നല്ലതിനെ കൊണ്ടേ കളയുമെന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് യൂസ് ചെയ്തതുപോലെ കാണുന്നുണ്ട്. ഇപ്പം കോൺഫ്ലിക്റ്റ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ചീറ്റിംഗ് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ചീറ്റിംഗ് എന്ന് പറയുമ്പം ഈവൻ നിങ്ങളൊരു എക്സ്ട്രാ മറൈറ്റിലാണെങ്കിൽ ഓക്കെ അതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുവന്ന് ഈ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ആക്കിയ ഒരാളായിരിക്കാം. മേ ബി അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ റിലേഷൻഷിപ്പിനെ എന്തായാലും ഒരു നല്ലോണം യൂസ് ചെയ്യാതെ അതിനെ മിസ് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു റിഗ്രറ്റ് എന്തായാലും ഈ പേഴ്സണുണ്ട്. അതവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു തെറ്റും കാര്യങ്ങളും എല്ലാം ബാക്കോട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് വരുന്ന സമയത്ത്
ഇവർ മെയിൻലി ഒരു നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പം ഇപ്പം നിങ്ങൾ കംഫർട്ടാണ് ആൻഡ് ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി ആയി ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസോടെ മൂവ് ചെയ്യുന്നതായിട്ട് ഇവർ വിചാരിക്കേണ്ടത്. ചിലപ്പം നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ വിചാരിക്കുന്നത്. നിങ്ങളിപ്പം ചേസിങ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആദ്യത്തോളം അത്രയും അങ്ങോട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തൊന്നും പോകുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അതായത് നിങ്ങളൊരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ സ്വീകരിച്ച് നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുമായിരിക്കാം. അത് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പം ഒതുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒതുങ്ങിയിട്ടുണ്ട് മീൻസ് നിങ്ങളിപ്പം അധികം അവരിലേക്ക് അടുക്കുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ട്. ആൻഡ് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഒരുപാട് ക്ലാരിറ്റി ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് ക്ലാരിറ്റി പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. സോ ആ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ട്രൂത്ത് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, പാസ്റ്റിൽ ഈ പേഴ്സണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ നിങ്ങൾ എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തോ, ആ പേഴ്സണെ എത്രത്തോളം നിങ്ങൾ സ്നേഹിച്ച് ത്യാഗങ്ങൾ സഹിച്ചോ, അതെല്ലാം ആ പേഴ്സൺ ആ ഒരു സത്യമെല്ലാം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടും ക്യൂൻ ഓഫ് കപ്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങളിപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. സൈലൻ്റ് ആണ്, നിങ്ങളിപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ ആവുന്നുണ്ട്, സ്വയം ഹീൽ ആവുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾ വളരെ സൈലൻ്റായി സ്വയം കെയർ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു കംഫർട്ട് സോണിൽ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത്, ചിലപ്പം അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ പോലും നിങ്ങൾ അവർ ചെയ്തതുപോലെ തിരിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അത്ര പഴയ ഡീപ്നെസ് നിങ്ങൾ കാണിക്കാൻ പോയിട്ടുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ വളരെ കൂൾ ആൻഡ് കാമാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്കിപ്പോൾ ഫാമിലി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഫാമിലീൻ്റെ കൂടെ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. ആൻഡ് നിങ്ങൾക്കിപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാനുള്ളൊരു ഡിഫിക്കൽട്ട് ഉണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഇവൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചോയ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അത് ചിലപ്പം ആദ്യം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവർക്കൊരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ആൻഡ് അത് വാല്യുബിൾ ആയിരിക്കും. അപ്പം നിങ്ങളെ വെച്ചിട്ട് അവർക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. സോ അവർ ഒരു സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിഷൻ ഒന്നും പറയാതിരുന്നിട്ടുണ്ടാകാം. ഇപ്പം ആ ഒരു സ്റ്റേജിൽ നിങ്ങളായിരിക്കാം നിൽക്കുന്നത്. മീൻസ് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പോവുക. ഓക്കെ, അവരോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴായിരിക്കും എൻ്റെ റിയാലിറ്റി ചിന്തിക്കുന്നുണ്ടാവുക. അത് ആ പേഴ്സണെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. മീൻസ് നിങ്ങളെ നല്ലൊരു ജെനുവിൻ പേഴ്സൺ ആയിട്ട് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ, എത്ര കാലം വേണമെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഉള്ളത്. അതായത് എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ എത്ര ജെനുവിനാലിറ്റി കാണിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളും അവർക്ക് ജെനുവിനാലിറ്റി തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ. അപ്പം ഇവിടെ ഒറ്റ വാക്കിൽ അവരുടെ തോട്ട്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ അവർ ആലോചിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്ത് പോയി അല്ലെങ്കിൽ അത് അവർ കറക്റ്റായിട്ട് അതിനെ യൂസ് ചെയ്തില്ല എന്നുള്ളൊരു റിഗ്രറ്റ് കാര്യങ്ങൾ, നിങ്ങളെ നല്ലൊരു ജെനുവിൻ പേഴ്സണായിട്ട് വിചാരിക്കുക. നിങ്ങളെ ഹാപ്പിയാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ആൻഡ് കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുന്നുണ്ട്, ഇമോഷണലി സ്റ്റേബിൾ ആകുന്നുണ്ട്. നിങ്ങൾ പഴയ ഒരാളല്ല, പുതിയൊരു ചേഞ്ച് നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പഴയതുപോലെ അങ്ങനെ ചേസിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പേഴ്സണായി ഒരു ഫ്രഷ് പേഴ്സണായി ഇരിക്കുവാണ് എന്നുള്ള രീതിയിലാണ് മെയിൻലി അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ സോഡിയക് സൈനുകൾ നോക്കുകയാണെങ്കിൽ സ്കോർപ്പിയോ ഉണ്ട്, ടോറസ് ഉണ്ട്, ലിബ്ര ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അക്യൂറിയസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ലിബ്ര അഗെയിൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളോടുള്ള തോട്ട്സ് ആണിത്. അവരെന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ.